ഹായ് ഡിയേഴ്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും തക്കാളിയും ഒക്കെ ചേർത്ത ഒരു അടിപൊളി സദ്യാരസമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കിയതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇപ്പോൾ ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. ഒരുപാട് ഉടയേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ ജീരകം, 6 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഒക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഒരു കട്ട കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് വേവിച്ചുടച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത 1/2 കപ്പ് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. രസം ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ നോക്കണം, പോരാത്തതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വറുത്തു പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നിളക്കി തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് രസത്തിന് താളിക്കാം. ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 3-4 വറ്റൽമുളക്, അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രുചികരമായ സദ്യ സ്പെഷ്യൽ തക്കാളി പരിപ്പ് രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. രസപ്പൊടി ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണിത്. കായത്തിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ നല്ല വാസന വരുന്നുണ്ട്. പച്ചമല്ലിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഓണവിഭവവുമായി ഉടനെ കാണാം. താങ്ക് യു.